ഗുഡ് മോർണിംഗ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ 4 പേര് ഒന്നിച്ചൊരു സ്റ്റേക്കേഷൻ പോവാണ്. എങ്ങോട്ടാന്നല്ലേ പറയാം. രാവിലെ ഒരു 4:30 ആയപ്പോൾ എണീറ്റ് നമ്മൾ 2 പേരെ റെഡിയായി. അത് കഴിഞ്ഞ് നമ്മൾ പിള്ളേരെ റെഡിയാക്കി ഒരു 6:30 കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. രാവിലെ നേരത്തെ എണീറ്റണമെന്ന് തോന്നുന്നു, വല്ലാത്ത വിശപ്പായിരുന്നു. പുലർച്ചെ ആയതുകൊണ്ട് ഹോട്ടൽസ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു. എല്ലാം ഓപ്പൺ ആക്കി വരുന്നേ ഉണ്ടായിരുന്നു. തിരൂരെത്തി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മോർണിംഗ് 6:30 ആയി. നമ്മൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര കോരിച്ചൊരിയണ ഒരു മഴയായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒന്ന് മഴ കുറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 4.5 മണിക്കൂറിനുള്ളിൽ നമ്മളെത്തും വയനാട്. ഇപ്പോൾ എവിടെയാണ്? തിരൂരെത്തി. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. ശരിക്കും ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് മുന്നേ നമ്മൾ എത്തേണ്ടതാണ്. പക്ഷേ ഈ വണ്ടിയിലുള്ള ആളുകൾ ഛർദി ആളുകളായതുകൊണ്ട് പോണ വഴി ഛർദിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സെപ്റ്റ് ഡ്രൈവർ, ബാക്കിയുള്ളവരെല്ലാവരും വാളുവെപ്പാണ് ഇവിടെ. അങ്ങനെ 2 ട്രിപ്പ് 3 ട്രിപ്പ് വാളുവെപ്പൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ എത്തുമ്പോഴേക്കും ഒരു 2:15 ആവും. തളർന്നു പോയാലോ, അവശതയിൽ പോയാ, ഛർദിച്ച അവശതയിൽ പോയാ, പോയി. അയ്യോടോ, പാപ്പം വേണോ? ഫുഡ് കഴിക്കണോ? വേണ്ട. ചക്കർത്ത് മേടിച്ചാലോ? നമുക്ക് മേടിക്കാം, ചക്കർത്ത് മേടിക്കാം. അങ്ങനെ എലുവിൻ്റെ ആഗ്രഹപ്രകാരവും മെയിൻലി എൻ്റെ ആഗ്രഹപ്രകാരവും ചക്കവറുത്ത് മേടിച്ച് കുറച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. നമ്മൾ ട്രിപ്പ് പോകാൻ പ്ലാനിട്ട ദിവസത്തിന് തലേ ദിവസം തുടങ്ങി എനിക്ക് ചെറിയൊരു വല്ലായ്മ സ്റ്റാർട്ട് ചെയ്തു. നാട്ടിലെ മഴക്കാലം നേരത്തെ വന്നതുകൊണ്ടാവണം. നമ്മുടെ നാട്ടിൽ നിന്ന് വയനാട് വരെ ഒരു 6 hours ഡ്രൈവ് ഉണ്ട്. നമ്മൾ പ്ലാൻ ചെയ്തത് 2 പേരും സ്വിച്ച് ചെയ്ത് ഡ്രൈവ് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ വണ്ടിയിൽ കയറിയപ്പോൾ തുടങ്ങിയുള്ള എൻ്റെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. പിന്നെ വ്ളോഗ് എടുക്കണം എന്നുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ക്യാമറയ്ക്ക് മുന്നിൽ ഞാനിങ്ങനെ ചിരിച്ചിരിക്കുന്നത്. എൻ്റെ അവസ്ഥ മോശമായതുകൊണ്ടായിരിക്കണം പുള്ളി എന്നോട് ഡ്രൈവ് ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല. ആളൊരു ട്രക്ക് ഡ്രൈവർ ആയതുകൊണ്ട് ഈ 6 hours ഡ്രൈവൊക്കെ എന്തെന്നുള്ളൊരു ഭാവമായിരുന്നു പുള്ളി. അങ്ങനെ ഫൈനലി നമ്മൾ കാടിലൂടെയുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. കാടിലൂടെ ഒരു 3 kilometers താണ്ടി വേണം നമ്മുടെ റിസോർട്ടിലെത്താൻ. കാടിനുള്ളിലൂടെയുള്ള യാത്ര അത്ര സുഖകരമല്ലായിരുന്നു. റോഡ് അലമ്പായതുകൊണ്ടും പിന്നെ നമ്മളുടെ കൂട്ടത്തിലൊരു 4 months ബേബി ഉള്ളതുകൊണ്ടും പുള്ളിക്കാരിനെയും കംഫർട്ട് ആക്കിക്കണമല്ലോ. അതുകൊണ്ട് മെല്ലെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്തത്. ഞങ്ങൾ ഈ പോകുന്ന റിസോർട്ടിനെ പറ്റി ഞങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂ ഇൻഫോർമേഷൻ അല്ലാതെ യാതൊരുവിധ ഐഡിയയും ഇല്ല. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ആന ഇറങ്ങുന്ന സ്ഥലം അത്രേ. പിന്നീടാണ് നമ്മൾ അറിയുന്നത് സത്യം. കാടിനുള്ളിലെ പ്രകൃതി ഭംഗിയും ഹരിതാപവും പച്ചപ്പും വെള്ളച്ചാട്ടവും എല്ലാം ആസ്വദിച്ചാണ് നമ്മൾ റിസോർട്ടിന് മുന്നിൽ. മൗണ്ടെയിൻ ഷാഡോസ്, ഇതാണ് നമ്മളുടെ റിസോർട്ടിന്റെ പേര്. ഈ കാടിനുള്ളിൽ 3 റിസോർട്ട്സ് ഉണ്ട്. അതിൽ ഒരു റിസോർട്ടാണ് മൗണ്ടെയിൻ ഷാഡോസ്. ഈ റിസോർട്ടിൽ എൻട്രി ചെയ്ത സെക്കൻഡ് മുതൽ പിന്നെ നമ്മൾക്കൊരു VIP ട്രീറ്റ്മെന്റ്. ഇതൊരു ഹില്ലി ഏരിയ ആണ്. അപ്പം നമ്മളുടെ യാത്ര എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇവരിവിടെ ബഗ്ഗി കാർസ് പ്രൊവൈഡ്. കാർ പാർക്കിംഗ് ടു റിസപ്ഷൻ ഇച്ചിരി അധികം ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ബഗ്ഗി സർവീസ് തന്നെ ചൂസ് ചെയ്തു. നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും അവിടുത്തെ ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അവർ കൺസിഡർ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് റിസോർട്ടിനെ പറ്റി ഒരു ബ്രീഫ് ഐഡിയ നമ്മൾക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ റിസപ്ഷനിലെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് വി ആർ ഗോയിങ് സ്ട്രേറ്റ് ടു അവർ വില്ല. ഇവിടെ ഇവർക്ക് 3 types ഓഫ് വില്ലാസ് ആണുള്ളത്. ഒന്ന് ജക്കൂസി വില്ല, പിന്നെ പ്രൈവറ്റ് പൂൾ വില്ല, പിന്നെ ലേക്ക് വ്യൂ വില്ല. നമ്മൾ 2 ആളുടെയും പ്രിഫറൻസ് പ്രൈവറ്റ് പൂൾ വില്ല ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് കിട്ടിയില്ല. പ്രൈവറ്റ് പൂൾ വില്ലയിൽ കിഡ്സ് അണ്ടർ 12 സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. അപ്പം നമ്മൾക്കത് വർക്കൗട്ട് ആവില്ല. നമ്മൾ കിഡ്സ് ആയിട്ട് തന്നെ വരാനായിരുന്നു മുന്നേ തുടങ്ങി പ്ലാൻ ചെയ്തിരുന്നത്. പൂൾ വൈബ് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളുടെ ഭാഗ്യത്തിന് ജക്കൂസി വില്ല അവൈലബിൾ ആണെന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാമതൊന്നും ചിന്തിക്കാതെ നമ്മൾ അങ്ങ് യെസ് പറഞ്ഞു. ഇവിടുത്തെ വൈബും ഭംഗിയും എത്രത്തോളം നമുക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റിയെന്ന് ചോദിച്ചാൽ നോ ഐഡിയ. ബട്ട് ഇൻ റിയൽ ഇറ്റ് വാസ് എ വാവ്. ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണമുള്ളതുകൊണ്ട് ഒന്ന് ഫ്രഷായി ചെറുതായിട്ട് റൂമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ നൈറ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വന്നപ്പോൾ ഇവരുടെ മെനു കണ്ടപ്പോൾ നമ്മൾ ഓൾറെഡി ഇംപ്രസ്ഡ് ആയി. ആ സെയിം ഒരു എക്സ്പെക്ടേഷൻ വെച്ച് തന്നെയാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നത്. എക്സ്പെക്ടേഷൻ ഒന്നും ബ്രേക്ക് ചെയ്തില്ല. ഫുഡെല്ലാം നല്ല കിട്ടുമായിരുന്നു. ഫുഡ് കഴിച്ച് കുറച്ച് നേരം റിസോർട്ടിൻ്റെ ഉള്ളിലൂടെ അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കാണുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവരുടെ ഇൻറ്റീരിയേഴ്സും കളർ തീമും എല്ലാം. എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് തന്നെ ഈ കളർ തീമാണ്. മഴ
പെയ്യില്ലെന്നുള്ള പ്രാർത്ഥനയോട് കൂടെ പുതിയൊരു ദിവസം. ഇന്നത്തെ കംപ്ലീറ്റ് ഡേ ഓൺ ആൻഡ് ചില്ലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ രാത്രി നേരത്തെ കിടന്ന് നമ്മുടെ ഉറക്കമൊക്കെ ഒന്ന് സെറ്റ്. മോർണിംഗ് വ്യൂ കിടുവാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ എണീറ്റ് കുട്ടിപ്പട്ടാളംസിനെയൊക്കെ ഒന്ന് റെഡിയാക്കി ബഗ്ഗി സർവീസ് കോൾ ചെയ്തു. റിക്വസ്റ്റ് ചെയ്ത് വിത്തിൻ 5 to 10 minutes അവർ നമ്മളെ ഒന്ന് പിക്ക് ചെയ്യും. നിങ്ങൾ ഈ കാണുന്ന കാഴ്ചകളെല്ലാം റിസോർട്ടിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഒന്നും ഒരു എഫക്റ്റോ ഫിൽറ്ററോ ഒന്നുമല്ല. ഇതാണ് ഇവിടുത്തെ റിയൽ വ്യൂ. എപ്പോഴും ഇവിടെ ഒരു ഫോഗി അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു റിസോർട്ടിന് മൗണ്ടൻ ഷാഡോസ് എന്നുള്ളൊരു പേര് വരാൻ തന്നെ കാരണം. നമ്മൾ ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ ഒരു റിസോർട്ട് മലയാളീസിൻ്റെ ഇടയിൽ അത്ര പോപ്പുലർ അല്ല. ഇവിടെ വരുന്ന കൂടുതലും ഗസ്റ്റ് ഫ്രം നോർത്ത് ഇന്ത്യ എന്നാണ്. സംഭവം ശരിയാണെന്ന് നമുക്കും തോന്നി. കാരണം ഇത്തവണ ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മലയാളീസായിട്ട്. എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ മലയാളീസിൻ്റെ പോലെ തന്നെ കൂടുതലും നേപ്പാളി ലേഡി സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. സമ്മർ വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഇവിടെ കപ്പിൾസിനേക്കാളും കൂടുതൽ ഫാമിലീസിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇവിടെയുള്ള ലേഡി സ്റ്റാഫിനെ ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം കുഞ്ഞുങ്ങളായിട്ട് വന്നേക്കണം അവരെ ഭയങ്കരമായിട്ട് അവർ ടേക്ക് കെയർ ചെയ്യും. 4 മാസം പ്രായമുള്ളൊരു കുഞ്ഞുമണി നമ്മളുടെ കൂടെ ഉള്ളതുകൊണ്ടും പുള്ളിക്കാരിക്ക് കിടക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടും നമ്മൾ അകത്ത് തന്നെയാണ്ടോ ഡൈനിങ് ചെയ്തേ. ഔട്ട്ഡോർ ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും പുള്ളിക്കാരിയുടെ ഒരു ആഗ്രഹപ്രകാരം നമ്മളതങ്ങ് കോംപ്രമൈസ് ചെയ്തു. ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ നമ്മുടെ തനി നാടൻ ദോശ മുതൽ ഇംഗ്ലീഷ് ഫുഡ് വരെ ഉണ്ടായിരുന്നു. നമുക്കിഷ്ടമുള്ള ഫുഡ് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ കഴിക്കാം, ആരും ഒന്നും പറയില്ല. ഞങ്ങളുടെ കൂടെയുള്ള ടോഡ്ലർ ഇത്തിരി ടെറർ ആയതുകൊണ്ട് പുള്ളിക്കാരനെ കഴിപ്പിക്കാൻ അത്യാവശ്യം സമയം വേണ്ടി വന്നു. അങ്ങനെ മിതമായ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം ഇതിന് അകത്തുള്ള ഇൻഡോർ ആക്ടിവിറ്റീസ് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ജിം വരെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. കാരണം ഞങ്ങളല്ലാതെ ഞങ്ങളൊരു ഈച്ചനെ പോലും അവിടെ കണ്ടില്ല. ഇവിടെ വരുന്ന കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ഇൻഡോർ ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാരം ബോർഡ്, ചെസ്, ത്രോയിങ് ആരോസ്, ബില്ലിയാർഡ്സ്, ടേബിൾ ടെന്നീസ്, അങ്ങനെയൊക്കെ. അതുകൂടാതെ തന്നെ ടോഡ്ലേഴ്സിനെ മയക്കാനുള്ള ചെറിയൊരു ഫൺ എലമെൻ്റ് അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആൾക്ക് അത് കണ്ടപ്പോഴേക്കും വേറെ ഒന്നും വേണ്ട. പിന്നെ ഇവിടെയുള്ള വേറെ എക്സ്പീരിയൻസസ് ആണ് നേച്ചർ വാക്ക്, യോഗ ആൻഡ് മെഡിറ്റേഷൻ, പ്ലാന്റ് ട്രീ, സൈക്ലിംഗ്, ബേർഡ് വാച്ചിങ്, ടീ ടേസ്റ്റിംഗ് ആൻഡ് ട്രക്കിങ്ങിന് പോകാൻ നമ്മൾ ഭയങ്കര ത്രില്ഡായിരുന്നു. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് റീസെൻ്റ്ലി അവരത് സ്റ്റോപ്പ് ചെയ്തു. അത് നിർത്തലാക്കാനുള്ള മെയിൻ റീസൺ ട്രക്കിംഗ് എന്ന് പറഞ്ഞ് പോയവരിൽ 7 പേരെ പുലി പിടിച്ചു. അതോടുകൂടെ ഗവൺമെൻറ് അത് സ്റ്റോപ്പ് ചെയ്തു. വയനാടിൻ്റെ മെയിൻ ഇൻകം ടൂറിസത്തിൽ നിന്നാണല്ലോ. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിൽക്കാതെ ഗവൺമെൻറ് ആ പരിപാടി അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഇനിയാണ് മക്കളെ നമ്മൾ ആ കാത്തിരുന്ന മൊമെൻറ്റ്, ജാക്കൂസ് പൂളിലെ കുളിസീൻ. നല്ലൊരു ഹോട്ട് ബാത്തും മസാജിങ് ഒക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് മോഡിലായിരുന്നു. കുറച്ചധികം നേരം ജാക്കൂസ് പൂളിൽ സ്പെൻഡ് ചെയ്ത് നമ്മളുടെ കൊതിയും മതിയും കെട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഇൻഫിനിറ്റി പൂള് കാണാൻ പോയി. അവിടെ ചെന്നപ്പോഴോ ഒരാൾക്ക് പിന്നെ വെള്ളത്തിൽ ഇറങ്ങാനുള്ള ആഗ്രഹം. അങ്ങനെ ആൾക്ക് സ്വിമ്മിംഗ് റിംഗ് ഒക്കെ ഇട്ടുകൊടുത്ത് കിഡ്സിന്റെ സെക്ഷനിലോട്ട് ഇറക്കി വിട്ടു. വെള്ളത്തിൽ ഇറങ്ങണ്ട കളിക്കണ്ടെന്ന് തീരുമാനിച്ച് ഞാൻ ബാക്കിയുള്ളവരുടെ എൻജോയ്മെന്റ് കണ്ടപ്പോൾ താനെ വെള്ളത്തിൽ ഇറങ്ങിപ്പോയി. വെള്ളത്തിൽ ഇറങ്ങണമെന്ന് തീരുമാനിച്ച ആളോ കൊച്ചിനെ നോക്കി നിൽക്കേണ്ട അവസ്ഥ. സത്യം പറയാലോ, ഈ ഒരു മൊമെന്റ് ഞാൻ മിസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഏറ്റവും വലിയൊരു നഷ്ടമായി പോയി. ടു ബി ഹോണസ്റ്റ്, നമ്മൾ നേച്ചറായിട്ട് ബ്ലെൻഡായി പോണ ഒരു ഫീലാണ് എനിക്ക് ഇൻഫിനിറ്റി പൂളിൽ ഇറങ്ങിയപ്പോൾ കിട്ടിയത്. ഞങ്ങളെക്കാളും ഹാപ്പി എലൂസ് ആയിരുന്നു. എലൂസിന് പറ്റിയ നല്ലൊരു അടിപൊളി സ്വിമ്മിംഗ് റിംഗ് കിട്ടിയപ്പോൾ ആള് സെറ്റായി. അങ്ങനെ കുറച്ചു നേരം വെള്ളത്തിൽ ആസ്വദിച്ചതിന് ശേഷം ഐ ആം ബാക്ക് ടു മൈ മമ്മ റോൾ. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാനോ ആലോചിക്കാനോ നിന്നിട്ടില്ല. അവർ മൈൻഡ് വാസ് സോ റിലാക്സിങ്, കാം ആൻഡ് ഹാപ്പി. ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഈ പ്ലേസ് ഷോർട്ടർ സ്റ്റേക്കേഷൻ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. ഈദർ ഇറ്റ് കുഡ് ബി എ ഹണിമൂൺ, ഫാമിലി ഗ്യാതറിംഗ് ഓർ ഫ്രണ്ട്സ് ഗെറ്റ് ടുഗെദർ. അങ്ങനെ നെക്സ്റ്റ് ഡേ ബൈ 11 AM നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു. തിരിച്ചു പോവുകയാണ് വീട്ടിലോട്ട്. അങ്ങനെ 2 nights and 1 day സ്റ്റേ കഴിഞ്ഞ് വി ആർ സേയിങ് ടാറ്റ ഗുഡ് ബൈ ടു മൗണ്ടൻ ഷാഡോസ്. തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മൾ കോഴിക്കോട് കയറാൻ പ്ലാൻ ഇട്ടായിരുന്നു. വേറെ ഒന്നിനല്ല, പാരകളിൽ കയറി ബിരിയാണി കഴിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സീ യു നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ടാറ്റ ബൈ ബൈ.